Let us learn commerce. Please like, share and subscribe. Hi, welcome to the class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഓർ വേരിയേഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും 2 ടൈപ്സ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മീനിങ് ഓഫ് ഡിസ്പേർഷൻ എന്താണ്? ദ ഡിഗ്രി ടു വിച്ച് ദ ന്യൂമറിക്കൽ ഡാറ്റ ടെൻ ടു സ്പ്രെഡ് അബൌട്ട് എൻ ആവറേജ് വാല്യൂ ഇസ് കോൾഡ് ഡിസ്പേർഷൻ ഓർ വേരിയേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റയിലെ ആവറേജ് വാല്യൂവിൽ നിന്ന് എത്രത്തോളം സ്പ്രെഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ന്യൂമറിക്കൽ വാല്യൂസ് കിടക്കുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ന്യൂമറിക്കൽ ഡാറ്റ കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 2 ടൈപ്സ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉള്ളത്, അബ്സല്യൂട്ടും റിലേറ്റീവും. നെക്സ്റ്റ് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ മീൻസ് these measures gives us an idea about the amount of dispersion in a set of observation. ഒരു സെറ്റ് ഒബ്സർവേഷനിൽ എത്രത്തോളം സ്കാറ്റർ ചെയ്തിട്ടാണ് ഒബ്സർവേഷൻസ് കിടക്കുന്നത്, ആവറേജിൽ നിന്ന് എത്രത്തോളം സ്കാറ്റർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഒബ്സർവേഷൻസ് കിടക്കുന്നത്, അതിന് ഒരു സിംഗിൾ യൂണിറ്റിൽ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് അബ്സല്യൂട്ട് മെഷേഴ്സ്. അതിൽ വരുന്നതാണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. ഇതെല്ലാം അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. നെക്സ്റ്റ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇപ്പോൾ റിലേറ്റീവ് മെഷറിൽ പറയുന്നതാണ് ദീസ് മെഷേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഫോർ ദി കമ്പാരിസൺ ഓഫ് ഡിസ്പേർഷൻ ഇൻ 2 or more than 2 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. നമുക്ക് തന്നിട്ടുള്ളത് 2 അതിലധികമോ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഓരോ സെറ്റ് ഒബ്സർവേഷൻ്റെയും ആവറേജും ബാക്കിയുള്ള സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ ആവറേജും തമ്മിലുള്ള കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആവറേജുകൾ തമ്മിലുള്ള ഡിസ്പേർഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. കാൽക്കുലേറ്റഡ് ഫോർ ദി കമ്പാരിസൺ ഓഫ് ഡിസ്പേർഷൻ ഇൻ 2 or more than 2 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. നെക്സ്റ്റ് ഇതിന് പ്രത്യേകിച്ച് ഒരു യൂണിറ്റ് ഉണ്ടാവില്ല. ഒന്നിൽ കൂടുതൽ ഒബ്സർവേഷനെ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു യൂണിറ്റിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സോർട്ട് ഓഫ് റേഷ്യോൻ്റെ ഫോമിലായിരിക്കും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്നത് കോയിഫിഷ്യൻസ് ആണ്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, ഇതൊക്കെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. അബ്സല്യൂട്ട് മെഷേഴ്സിൽ വരുന്നതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ലോവർ ക്വാർട്ടൈൽ Q1 ആൻഡ് അപ്പർ ക്വാർട്ടൈൽ Q3. നമ്മൾ ക്വാർട്ടൈൽസിൽ പഠിച്ചതാണ് Q1 ഉം Q3 എന്ന് പറയുന്ന ക്വാർട്ടൈൽസ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ബേസിലാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻസ് ബേസ് ചെയ്തിട്ടുള്ളത്. ദ ഡിഫറൻസ് Q3 മൈനസ് Q1 ഈസ് കോൾഡ് ദ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. നമ്മൾ Q3യും Q1ഉം തമ്മിൽ ഡിഫറൻസിനെ വിളിക്കുന്നത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നാണ്. നെക്സ്റ്റ് ഈ ഡിഫറൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വിളിക്കാം സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഓർ ക്വാർട്ടൈൽ ഡീവിയേഷൻ. മീൻസ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ QD ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. നെക്സ്റ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് കോൾഡ് ദി കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 532. ദ വീറ്റ് പ്രൊഡക്ഷൻ ഇൻ കിലോഗ്രാം ഓഫ് 20 acres ഇസ് ഗിവൺ ആസ്. അപ്പോൾ 20 ഏക്കറിൽ ഭൂമിയിലുള്ള വീറ്റ് പ്രൊഡക്ഷൻ, ഓരോ ഏക്കേഴ്സിലുള്ള വീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ക്വാർട്ടൈൽ ഡീവിയേഷനും അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷനും ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഒബ്സർവേഷന് അസെൻഡിങ് ഓർഡറിൽ ചെയ്യണം. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിനെ ഫുൾ അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുന്നു. അതിനുശേഷം Q1 കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല എന്താണ്? n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം ആണ്. അപ്പോൾ ഇവിടെ n എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 20 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 അതാണ് എത്രയാണ്? 5.25 5th ഐറ്റം. അപ്പം 5th ഐറ്റം പ്ലസ് 2.25 ഇൻറ്റു 6th ഐറ്റം മൈനസ് 5th ഐറ്റം. ഇതാണ് Q1 കാണാനുള്ള ഇക്വേഷൻ. നോക്കുക, അസെൻഡിങ് ഓർഡറിലാക്കിയതിൽ 5th ഐറ്റം 1 2 3
4 5 ഫിഫ്ത്ത് ഐറ്റം പ്ലസ് അപ്പോൾ ബാക്കി എത്രയാണ് 0.25 അല്ലേ ഉള്ളത് അപ്പോൾ 0.25 ഇൻറ്റു സിക്സ്ത് ഐറ്റം ഇപ്പോൾ സിക്സ്ത് ഐറ്റം എത്രയാണ് 1320 അപ്പോൾ സിക്സ്ത് ഐറ്റം മൈനസ് ഫിഫ്ത്ത് ഐറ്റം അതാണ് എന്ത് 5.25 ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ് 1260 ആണ്. നെക്സ്റ്റ് Q3 കാണാനുള്ള ഇക്വേഷൻ എന്താണ് 3 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ ഫോർത്ത് ഐറ്റം. അപ്പം 3 ഇൻറ്റു 20 പ്ലസ് 1 ഡിവൈഡ് ബൈ 4 എത്രയാണ് കിട്ടുക 15.7 ഫിഫ്ത്ത് ഐറ്റം. അങ്ങനെ വരുന്ന സമയത്ത് 15th ഐറ്റം നമ്പർ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 1750 ആണ് 15th ഐറ്റം. അപ്പോൾ 15th ഐറ്റം പ്ലസ് നെക്സ്റ്റ് എന്ത് ചെയ്യണം 0.75 ഇൻറ്റു 16th ഐറ്റം മൈനസ് 15th ഐറ്റം മീൻസ് ഇതിൻ്റെ തൊട്ട് ശേഷം വരുന്ന നമ്പർ എടുക്കുക, അതിൽ ഈ നമ്പർ 15th ഐറ്റം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും 1750 പ്ലസ് 3.75 1753.75. ഇതാണ് എന്ത് Q3 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. എത്രയാണ് Q3 കിട്ടിയിട്ടുണ്ട് എത്രയാണ് 1753, Q1 എത്രയാണ് 1260. അപ്പോൾ നമുക്ക് ചെയ്യാം 1753.75 മൈനസ് 1260 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതാണിത് ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എത്ര കിട്ടി 246.875. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാൻ എങ്ങനെയാണ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. അപ്പോൾ എത്ര കിട്ടും 1753.75 മൈനസ് 1260 ഡിവൈഡഡ് ബൈ 1753.75 പ്ലസ് 1260. ആൻസർ 0.164. ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ് പഠിക്കാം. താങ്ക് യു.